ലക്ഷ്യം ഇവിടെ ഇട്ട് അവനെ കൊല്ലുക. ബേതലഹേമിലേക്ക് ഒരു കഴുതയുടെ പുറത്ത് ഈ ഗർഭിണിയായ ഭാര്യയും കയറ്റി തൻ്റെ യോസഫ് വന്നു. അവിടെ വെച്ച് ജനനം നടക്കുമെന്ന് തോന്നിയില്ല, അല്ലെ കൊണ്ടുവരാൻ വഴിയില്ല, രണ്ടായാലും കൊണ്ടുവന്നു. ഇവിടെ വന്നപ്പോൾ പ്രസവകാലം തികഞ്ഞു. ഒരു വഴിയമ്പലത്തിൽ സ്ഥലമില്ലാതെ പൈശാചികമായ ഒരു ക്രൗഡ് വഴിയമ്പലങ്ങളിൽ നിറഞ്ഞു. ഒരു വീട്ടിൽ സ്ഥലമില്ലാതെ ആർട്ടിഫിഷ്യൽ ക്രൗഡ്. കാര്യം ജനന സമയത്ത് ഈ കുഞ്ഞിനെ കൊല്ലാനാ. തമ്പുരാൻ പറഞ്ഞു, അത് ഞാൻ നോക്കിക്കോളാം. ഒടുവിലെ കുഞ്ഞെവിടെയോ പിറന്നു. വഴിയമ്പലത്തിൽ സ്ഥലമില്ലായികയാൽ പശുത്തൊട്ടി കൊണ്ട് കിടത്തി. തമ്പുരാൻ ഒന്നും കൂടെ ഓർത്തു കാണും. ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ബലിമൃഗമായി അവതരിക്കുന്ന പിശാചിന്റെ തലയെ തകർക്കേണ്ടതിന് യാഗമാകുന്ന കുഞ്ഞ് കൊട്ടാരത്തിൽ കിടക്കണ്ട, പശുത്തൊട്ടി തന്നെ ആകട്ടെ. അവിടെ നിന്നല്ലേ മൃഗം വളരേണ്ടത്. ഡെലിവറി വാർഡിന് അടുക്കൽ ഹോസ്പിറ്റലുകളിൽ 24 മണിക്കൂറും ഒരു ലൗഡ് സ്പീക്കറിലൂടെ യഹൂദന്റെ സ്തുതിഗീതങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കും. ജനിച്ചു വീഴുന്ന കുഞ്ഞ് ആദ്യം കേൾക്കേണ്ടത് അമ്മയുടെ കരച്ചിലല്ല, ദൈവത്തിന്റെ സ്തുതിയാണ്. അമ്മയുടെ ഞരക്കത്തിന്റെ ഇടയിലായിരിക്കും കുഞ്ഞിന്റെ ജനനം. പക്ഷെ അവൻ ജനിക്കേണ്ടത് ഞരക്ക ശബ്ദം കേട്ടുകൊണ്ടല്ല, ദൈവത്തിന്റെ സ്തുതിഗീതം കേട്ടുകൊണ്ടാണ്. പണ്ട് ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയമാകുമ്പോൾ വീടിന്റെ ഒരു മുറിയിൽ ആ സ്ത്രീയെ കിടത്തിയിട്ട് അടുത്ത മുറിയിൽ പാട്ടുപാടുന്ന ഗായക സംഘത്തെ ഇരുത്തി ഉച്ചത്തിൽ പാടിക്കുമായിരുന്നു. അങ്ങേ മുറിയിലെ ഞരക്കത്തേക്കാൾ ഉപരി ശബ്ദത്തിൽ ചെവി പുറത്തു വന്നാൽ ഉടനെ കുഞ്ഞാദ്യം കേൾക്കേണ്ടത് സ്തുതിഗീതമാണ്. യേശുക്കുഞ്ഞിന്റെ ജനന സമയത്ത് ജോസഫിന്റെ നിരാശ ഇതായിരിക്കും, ഞാൻ എവിടെ ചെന്ന് സ്തുതിഗായകരെ കൊണ്ടുവരും? കുഞ്ഞിങ്ങോട്ട് പിറക്കുകയും ഭയങ്കര ശബ്ദത്തിൽ ആകാശത്തു നിന്നൊരു പാട്ട് കേൾക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. പിതാവായ ദൈവം ജോസഫിനോട് പറയാം, ജോസഫേ, കുഞ്ഞിന്റെ അപ്പൻ ഞാനാ, നീയല്ല. പാട്ടുകാരി അന്വേഷിക്കുന്നത് എന്റെ പണിയാ, അത് നിന്റെ പണിയല്ല. കുഞ്ഞിന്റെ അപ്പൻ ഞാനാ. പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരി സ്വർഗീയമായ അകമ്പടിയോടെ യേശുവിന്റെ ജനനം നടന്നു. പിശാചിന് ഭയങ്കര തലവേദനയാ. കിഴക്കൊന്ന് വിദ്വാന്മാരിളകി. യേശു കുഞ്ഞിനെ കാണാൻ ചെന്നവർ കൊട്ടാരത്തിൽ കയറി. രാജാവിനോട്, ഹേരോദ രാജാവിനോട് സാത്താൻ പറഞ്ഞു, രാജാവേ, വാളെടുത്ത് വെട്ടിക്കോ, ഈ ചെറുക്കൻ വളർന്നാ നിന്റെ തല കൊണ്ടു. യേശു വളരുന്നത് ഹേരോദാവിന്റെ തലയെടുക്കാനല്ല. ആരുടെ തലയെടുക്കാനാ? സാത്താന്റെ തല. പക്ഷെ അത് പറഞ്ഞാൽ ഹേരോദാവിന് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് സാത്താൻ ചെന്ന് ഹേരോദാവിനെ കളിപ്പിച്ചതാ, ഇവൻ വളർന്നാ നിന്റെ തല പോവും. അല്ലടാ പിശാചാ, നിന്റെ തലയാ പോന്നേ. പക്ഷെ ഹേരോദാവ് അതങ്ങ് വിശ്വസിച്ചു. വാളെടുത്തു. തമ്പുരാൻ ജോസഫിനോട് പറഞ്ഞു, കുഞ്ഞിനെയും കൊണ്ട് മിസ്രയീമിലോട്ട് പോകും. പോയി തിരിച്ചു വന്നു. ഒരുപാടെടുത്ത് കൊല്ലാൻ ശ്രമിച്ചു. ജനനത്തിങ്കൽ മുതൽ കൊല്ലാൻ ശ്രമിച്ചു. യേശു ഓരോ ശക്തികളെ വീതം ജയിച്ചു. ചെറുപ്പക്കാരനെ ശ്രദ്ധിച്ചു കേട്ടോ. ആദം ഹവ്വമാരെ തോൽപ്പിച്ചത് ഒരു പഴത്തിന്റെ മണ്ടയില. ഒരു ദിവസം വേശ്യയായ ഒരു സ്ത്രീയെ കുറ്റകൃത്യത്തിൽ പിടിച്ച്, എന്ന് പറഞ്ഞ വസ്ത്രമില്ലായിരുന്നു എന്ന് കൃത്യം ഓർത്തോണം, കുറ്റകൃത്യത്തിൽ പിടിച്ച് വലിച്ചിഴച്ച് യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. ജനസമൂഹം ചേർന്ന് നിന്ന് ഇവളെ കല്ലെറിയട്ടെ എന്ന് ചോദിച്ചു. യേശു കുനിഞ്ഞിരുന്ന് വിരൽ കൊണ്ട് എഴുതുമ്പോൾ ജനം മൊത്തം പിരിഞ്ഞുപോയി. സ്ത്രീയും യേശുവും ഒറ്റയ്ക്ക് ശേഷിച്ചു. ഏത് സാഹചര്യവും ഏതുവഴി വിട്ടുകൊടുക്കും. ആ സ്ത്രീക്കറിയാം കല്ലെറിഞ്ഞു കൊല്ലാൻ വിധിക്കേണ്ടത് ഇവനാ. യേശു അവളോട് പറഞ്ഞു, പോ. ആദമിനെയും ഹവ്വയും കൊണ്ട് പാപം ചെയ്യിച്ച ശക്തിയെ ഒരു ചവിട്ട് വെച്ചു കൊടുത്തു. പോ. യേശുവിന്റെ കൂടെ മാന്യ സ്ത്രീകൾ പലരുണ്ടായിരുന്നു. 30 തിരുവയസ്സ് വരെ വിവാഹം കഴിയാതെ ജീവിച്ചു. തന്റെ മരണത്തിന് മുന്നമേ സമകാലികരുടെ നടുവിൽ നിന്നൊരു വിളി വിളിച്ചു, നിങ്ങളിൽ ആർ എനിക്ക് പാപത്തെക്കുറിച്ച് ബോധം വരുത്താനുണ്ട്, വാ. 30 വയസ്സ് വരെ മാതാപിതാക്കൾക്ക് കീഴടങ്ങി പാർത്തു. ഇതിനകത്തെങ്ങാണ് ഒരു 15 വയസ്സ് മുതൽ മേളിലോട്ടുള്ള പിള്ളേരെ വളർത്തുന്ന അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ അറിയാം. എന്നാ പറഞ്ഞാലും പിള്ളേർ സമ്മതിക്കില്ല. അപ്പൻ എന്നെ അറിയും? നിങ്ങൾക്കൊന്നും അറിവില്ല. അമ്മയ്ക്ക് എന്നെ അറിയാം? വല്ല വിവരമുണ്ടോ? നമുക്കാണ് ഒത്തിരി വിദ്യാഭ്യാസം, അറിവ്, കഴിവ്, നാട് മൊത്തം എൻ്റെ തലയിലാണ്. ഞാൻ യേശുവിനെ കുറിച്ചൊന്ന് തൊട്ടോട്ടെ. കോടാനുകോടി നക്ഷത്രങ്ങൾ തമ്മിൽ മുട്ടാതെ അതാതിൻ്റെ സമയത്ത് സഞ്ചരിക്കേണ്ടതിന് സൃഷ്ടിച്ച ദൈവത്തിന് ആശാരിയുടെ ഒപ്പം അറിവില്ലേ? അപ്പൻ ആശാരിയാണ്.
ആശാരിപ്പെണ്ണിൻ്റെ അത്ര അറിവില്ലേ? അമ്മ അതാ തൻ്റെ അറിവ് ഒഴിച്ച് താഴ്ത്തി വെച്ചേച്ച് മാതാപിതാക്കൾക്ക് കീഴടങ്ങി. ഇല്ലെങ്കിൽ ശുശ്രൂഷയ്ക്ക് ഇതിനെ കൊള്ളുകയില്ല. ആ ശിംശോൻ പോയ പോലെ ഇരിക്കും. തൻ്റെ ശുശ്രൂഷയിൽ ഇറങ്ങി വരേണ്ടതിന് തൻ്റെ അറിവും കഴിവും ഒഴിച്ചു വെച്ചു. ഞാൻ ശാസ്ത്രീയമായ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാറുണ്ടായിരുന്നു. ഇന്നും ഉപയോഗിക്കുന്നുണ്ട് മനസ്സിലാകുന്നവരോട്. പക്ഷെ പിന്നത്തേതിൽ ശാസ്ത്രീയമായ പലതും സത്യമായി ഞാൻ പൊതു സ്റ്റേജുകളിൽ ഉപയോഗിക്കുന്നില്ല. ചെറുപ്പക്കാരോട് പറയുന്ന വേറൊന്നോ, പൊതു സ്റ്റേജുകളിൽ ഉപയോഗിക്കാറില്ല. കാര്യം ഒരു ദിവസം പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ ഈ ഒരു ബോധം തന്നു. സകല പ്രപഞ്ചത്തിൻ്റെയും ഉടമസ്ഥന് 10 നക്ഷത്രമണ്ഡലങ്ങളെക്കുറിച്ച് ഉദാഹരണം പറയാൻ അറിയാൻ വയ്യങ്ങിട്ടാണോ വയലിലെ താമരയും വരമ്പത്തെ കൊക്കും ചക്കും ഒക്കെ ഉദാഹരണം കൊണ്ട് പറഞ്ഞു. ഏറ്റവും സിമ്പിളായി താണവന് മനസ്സിലാകുവാൻ ലളിത ജീവിതത്തിലേക്ക് യേശു ഇറങ്ങി. ഒടുവിൽ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റു. യേശു സ്നാനമേൽക്കാൻ വേണ്ടി യോർദാന്റെ കടവിലേക്ക് ചെല്ലുമ്പോൾ ആ കടവിന്റെ കരയെന്നൊരു ശബ്ദം കേൾക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 29-30 വാക്യങ്ങളിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. അന്നത്തെ ഏറ്റവും വലിയ മതപുരുഷന്മാരും വേദപണ്ഡിതരുമായ ന്യായശാസ്ത്രികളും പരീശന്മാരും പറയുന്നതാ, യോഹന്നാനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന അവർ തങ്ങൾക്ക് തന്നെ വൃഥാവാക്കി. യേശു കടവിലോട്ട് ചെല്ലുമ്പോൾ കേൾക്കുന്ന വർത്താന വെറുതെയാ ചുമ്മാതെ, ഇതെല്ലാം ചുമ്മാതാ, വെറും വെറുതെയാ, കളിപ്പീര, അവൻ അറിയത്തില്ലെന്ന് ഞങ്ങൾക്കറിയാവുന്ന ചുമ്മാതാ, വെറുതെയാ. ഇതും കേട്ടോണ്ടാ യേശു ഇങ്ങോട്ട് ഇറങ്ങി വരുന്നേ. യേശു സ്നാനമേക്കാൻ പോയത് നടന്ന കൂട്ടത്തിലങ്ങ് മുങ്ങിയതല്ല, സ്നാനം ഏക്കാൻ പോയതാ. എന്നാ ദൂരമാ നടന്നതെന്നറിയാമോ? വെറും 120 മൈൽ. ഗലീലയിൽ നിന്ന് യോർദാൻ വരെ വെറും 120 മൈൽ. ഒറ്റ നട. എന്തൊക്കെ കാര്യങ്ങളാ കർത്താവേ, പഞ്ചവത്സര പദ്ധതിക്കാണോ? ആ നട അതിനേക്കാൾ വലിയ പദ്ധതിയാ, മുങ്ങാൻ പോകുക. ഒന്നും മുങ്ങാൻ 240 മൈൽ നടക്കണമെന്ന്. യേശു സ്നാനമേക്കാൻ ഒറ്റ പർപ്പസ്, അതിനുവേണ്ടി വരിക. അത്ര ഇമ്പോർട്ടൻ്റാ. ഇവിടെ വന്നപ്പോഴാണ് വലിയ നാട്ടിലെ മഹാപണ്ഡിതന്മാർ പറയുന്നത് വെറുതെയാ, വെറുതെ, ചുമ്മാതാ. യേശു ചെവി അങ്ങ് അടച്ചു. കടവിലോട്ട് ഇറങ്ങി ചെല്ലുകയാണ് ദൈവത്തിന്റെ സൃഷ്ടിയായ യോഹന്നാൻ. പക്ഷെ അന്നത്തെ ആത്മീയ നേതാവാ. അങ്ങനെ പറഞ്ഞു, അരുത് അരുത് അരുത്, എൻ്റെ അടുക്ക വരരുത്, അങ്ങ് എന്നെ മുക്കണം. മനസ്സ് തകരാതിരിക്കൂ. യേശു യോഹന്നാനോട് പറഞ്ഞ മറുപടി മത്തായിയുടെ സുവിശേഷം 3:14-15 യോഹന്നാനെ, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയെ നിവർത്തിക്കേണ്ടത് നമുക്കുചിതം. എൻ്റെ ഭാഷയിൽ യോഹന്നാനെ, ആ പര്യമ്പറത്ത് നിൽക്കുന്ന പരീശനെ പോലെ വർത്താനം പറയാടാ. അവനിത് വെറുതെയാടാ. പക്ഷെ നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ, ഞാൻ ദൈവത്തിന്റെ പുത്രൻ. അവനിത് വൃഥാവാടാ, നമുക്കിത് ഉചിതമാടാ. അവനിത് വൃഥാവാ, നമുക്കിത് ഉചിതം. യേശു യോഹന്നാനാൽ സ്നാനമേറ്റു. വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ ആത്മാവ് തൻ്റെ മേലിറങ്ങി. യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഉപവസിക്കാൻ പോയി. ആത്മാവിനാൽ ജനിച്ച് പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു. ആത്മാവിൽ ബലപ്പെട്ട് ഇപ്പോൾ കടവിൽ വെച്ച് ആത്മാവിനാൽ അഭിഷേകം പ്രാപിച്ച് കഴിഞ്ഞ യേശുവിന് ഇനിയും ഒരു ഉപവാസം വേണോ? യേശു ഒരു ഉപവാസത്തിന് തയ്യാറായി. 40 രാപകലുകൾ തിന്നാതെയും കുടിക്കാതെയും ഉറങ്ങാതെയും. മനുഷ്യനെ കൊണ്ട് നോക്കുകയില്ല. തിന്നാതെയും കുടിക്കാതെയും ഉറങ്ങാതെയും 40 രാപകലുകൾ കഴിഞ്ഞ ഉടനെ പറഞ്ഞു, ഇനി തണ്ട പഴയ ലൂസിഫർ വന്നിട്ടുണ്ട്, അവനുമായിട്ടൊന്ന് കാണണം. ലൂസിഫറിന്റെ ആദ്യത്തെ പരീക്ഷ കഴിഞ്ഞു, 2ാമത്തെ പരീക്ഷ കഴിഞ്ഞു. 3ാമത്തെ പരീക്ഷയിൽ അവൻ വന്ന് ഈ ഭൂമി മുഴുവനും കർത്താവിനെ കാണിച്ചു. ഇതാണല്ലോ പിടിവാശി. എന്നിട്ട് പറഞ്ഞു, ഇത് എൻ്റേതാ. ഓർക്കുന്നുണ്ടോ? ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാ ഇത്? എനിക്ക് വേണ്ടി. ലൂസിഫറിന് വേണ്ടി സൃഷ്ടിച്ച സത്യമാ. ഈ കാണുന്നത് മൊത്തവും ഇതിന്റെ മഹത്വവും എന്റേതാ. നീ കിടന്ന് തല്ലി അലയ്ക്കണ്ട, ഞാൻ തന്നേക്കാം, ഒന്ന് വണങ്ങിയാ മതി. യേശു ലൂസിഫറിനോട് പറഞ്ഞു, നിന്നെ വണങ്ങിയേച്ച് പിടിക്കാനല്ല, നിന്നെ മുട്ടുകുത്തിച്ച് പിടിക്കാനാ വന്നേ. വിഷയം അതാ. ഒരു കള്ളയൊപ്പിട്ട കാശ് കിട്ടും, 2 കള്ളം പറഞ്ഞാൽ 4 ദിവസത്തെ ലീവ് കിട്ടും. അവനെ അങ്ങനെ ലീവ് എടുക്കാൻ വന്നല്ല, നിന്നെ വലിച്ചു ദൂരെ കളഞ്ഞേച്ച്
എൻ്റെ തിരിച്ചെടുക്കാൻ വന്നതാ. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ പിടിച്ചു പറിക്കാൻ, നിന്നെ കൊണ്ട് ആയുധം താഴെ വെപ്പിക്കാൻ ഞാൻ വന്നതാ. ഞാൻ വന്നത് നിന്നെ വണങ്ങിയേച്ചെടുക്കാനല്ല. ഇവിടെ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഇംഗ്ലീഷിൽ വായിച്ചാൽ എഴുതിയിരിക്കുന്ന പദം കാണാം, ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ. മലയാളത്തിലെ തർജ്ജമ അങ്ങനെയില്ല, എന്നെ വിട്ടു പോകുന്നു മാത്രമേ ഉള്ളൂ. ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ. ചില തർജ്ജമയിൽ ഗെറ്റ് ദീ ബിഹൈൻഡ് മീ എന്ന് എഴുതിയിട്ടുണ്ട്. പുറകോട്ട് മാറുന്നില്ലടാ പിശാചേ, പുറകോട്ട് മാറുന്നില്ലടാ. നിന്നെ മുട്ടുകുത്തിക്കുന്ന ടൈമായില്ല. ഞാൻ അതിനൊരു ജനതയെ എഴുന്നേൽപ്പിക്കാൻ പോവാ. ഞാൻ ഒറ്റയ്ക്ക് ഒരു പണി ചെയ്യല. മുമ്പ് ഞാൻ പറഞ്ഞ പദം ഓർക്കുന്നു, എൻ്റെ കൂടെ കുറെ പേര് വേണം. തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം നഗരത്തിൽ കാത്തിരിക്കുക. ആ ശക്തി ലഭിച്ചാൽ നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. യവനെ മുട്ടുകുത്തിച്ചേച്ച് അവനെ പിടിച്ചു കൊണ്ടുപോയത് നിങ്ങൾ തിരികെ പിടിക്കും. ഓക്കെ, അതിനുവേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ശേഷം ബൈ വയലൻസ്, ബലം പ്രയോഗിച്ച് അപ്പോസ്തലന്മാർ ദൈവരാജ്യം കൊണ്ടു നടന്ന് സ്ഥാപിച്ചു. അതിൻ്റെ പിന്തുടർച്ച എന്നെ നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുക. നാം ചെയ്യേണ്ടതിലെ ഒരു രംഗം ഒന്ന് എടുക്കാൻ വേണ്ടി ദാനിയേൽ പ്രവചനത്തിലൂടെ പോകുകയാണ്. ദാനിയേൽ പ്രവചനത്തിൻ്റെ ഒക്കെ ആ ഭാഗത്തേക്ക് വരുമ്പോൾ ഇസ്രയേലിൻ്റെ ബാബിലോന്യ ജീവിതം ഒന്ന് തൊട്ടോട്ടെ. ഇസ്രയേൽ ജനം 2 പ്രാവശ്യം അടിമത്വത്തിൽ പോയിട്ടുണ്ട്. ജാതിയായി കുറേശ്ശെ പല പ്രാവശ്യം പോയി. ജാതിയായി കംപ്ലീറ്റ് ഇസ്രയേൽ ഒരുമിച്ച് 2 പ്രാവശ്യം അടിമത്വത്തിൽ പോയിട്ടുണ്ട്. ആദ്യത്തേത് മിസ്രയീമിൽ ഫറവോന്റെ അടിമത്വത്തിലായിരുന്നു. രണ്ടാമത്തേത് ബാബേൽ രാജാവിൻ്റെ അധീനതയിലായിരുന്നു. ബാബേൽ രാജാവിൻ്റെ അധീനതയിൽ പോകാനുള്ള കാരണം, ഇസ്രയേലിൽ ഭക്തിയുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഹിസ്കിയാവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. തൻ്റെ പിതാക്കന്മാരെക്കാൾ ഒക്കെ കൂടുതൽ ദൈവത്തെ മാനിച്ച് സേവിച്ച ഒരു മനുഷ്യനായിരുന്നു ഹിസ്കിയാവ്. ഒരു ദിവസം ഹിസ്കിയാവിന് മരിക്കത്തക്ക ഒരു രോഗം പിടിച്ചു. അന്ന് അദ്ദേഹം ദൈവത്തോടൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. കർത്താവേ, ഞാൻ ഏകാഗ്രതയോടും നിർമ്മലതയോടും കൂടെ തിരുമുമ്പിൽ നടന്ന് അങ്ങയ്ക്ക് പ്രസാദമുള്ളത് മാത്രം ചെയ്യുമെന്ന് ഓർക്കണം. അത്ര സാക്ഷ്യമുള്ള ഒരു മനുഷ്യനായിരുന്നു. ഇയാൾക്ക് മരണകരമായ രോഗം പിടിച്ചു. യെശയ്യാ പ്രവാചകൻ ചെന്ന് ഗ്രഹകാര്യം ക്രമത്തിലാക്കാൻ പറഞ്ഞു. പക്ഷേ മരിച്ചു പോകുമെന്ന സമയത്തിന് മുമ്പേ അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം തൻ്റെ ആയുസ് 15 വർഷം നീട്ടിക്കൊടുത്തു. ഈ 15 വർഷം നീട്ടിക്കൊടുക്കുമ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, നീ ചോദിച്ചത് ആയുസ് ദൈർഘ്യമാണ്, അത് നിനക്ക് തന്നിരിക്കുന്നു. നീ ചോദിക്കാത്ത ചിലതും കൂടെ തരിക. നിന്റെ ചുറ്റുമുള്ള രാജാക്കന്മാർ നിന്നോട് അനുസരണം കാണിക്കും. അവർ നിനക്ക് ടാക്സ് കൊണ്ട് തരും എന്ന് പറഞ്ഞാൽ, ഞങ്ങളൊക്കെ നിന്റെ കീഴിൽ നിന്നോളാം, ഞങ്ങളെ മറ്റു വലിയ യുദ്ധം വരാതെ നോക്കിക്കോണം എന്ന് പറഞ്ഞ് നിനക്ക് സ്വയം അടിമ പറയും. ദൈവം പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തെ സൗഖ്യമാക്കി. ചുറ്റുമുള്ള രാജാക്കന്മാരിൽ ചിലർ വന്ന് അദ്ദേഹത്തിന് കപ്പം കൊടുക്കാമെന്ന് പറഞ്ഞു. ചുറ്റുമുള്ള രാജാക്കന്മാരിൽ പലരും അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് കൺഗ്രാജുലേഷൻ പറഞ്ഞു, ദൈവത്തിന് സ്തുതി പറഞ്ഞു, നിന്റെ ദൈവം നിന്നെ സൗഖ്യമാക്കിയല്ലോ എന്ന് പറഞ്ഞു. തനിക്ക് കാഴ്ച കൊണ്ട് കൊടുത്തു. ആ കൂട്ടത്തിൽ ബാബേൽ രാജാക്കന്മാരും ചെന്നു. ഇസ്രയേൽ രാജാവും ബാബേൽ രാജാവും എന്ന് പറഞ്ഞാൽ ആനയെ ആടും പോലെ എന്നൊക്കെ മലയാളത്തിൽ പറയും. അതൊക്കെ വെറുതെയാ. ആനയും കൊതുകും പോലെ ഇരിക്കും, അതുപോലുള്ള വ്യത്യാസമാണ്. ഇസ്രയേൽ രാജാവ് തീരെ താഴെയാ ഹിസ്കിയാവ്. ബാബേൽ രാജാവ് ഭൂലോക ചരിത്രത്തിലെ സ്വർണ്ണ ലിപികളിൽ രേഖപ്പെടുത്തുന്ന രാജഭരണമെന്നാണ് അതിനെ ലോക ചരിത്രകാരന്മാർ വിളിച്ചത്. അതിനേക്കാൾ മേലൊരു രാജഭരണം ഉണ്ടായിട്ടില്ല. അതാവര് ബാബേൽ രാജാക്കന്മാർ ഇസ്രയേൽ രാജാവിൻ്റെ അടുക്കൽ കൺഗ്രാജുലേഷൻ പറയാൻ ചെന്നതോടെ ഹിസ്കിയ വന്ന് അഹങ്കരിച്ചു പോയി. എനിക്കും വരും ഇടയ്ക്ക് കോശപ്പം, നമ്മൾ പലർക്കും വരും. ലൂസിഫറിൻ്റെ പ്രശ്നം ഇതായിരുന്നു, അങ്ങ് അഹങ്കരിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു, ഞാൻ ഇസ്രയേൽ രാജാവാണെങ്കിലും നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങ് തീരെ അഴുക്കും ചെറുക്കുമൊന്നും അല്ല, ഞങ്ങളും വലിയവരാ, കാണിച്ചു തരാൻ വാ. അങ്ങനെ ഈ ബാബേൽ രാജാക്കന്മാരെ വിളിച്ച് ദേവാലയത്തിൽ കൊണ്ടുവന്നു. ദേവാലയത്തിൻ്റെ ചിത്രപ്പണികൾ കാണിച്ചു കൊടുത്തു. കണ്ടോ, എൻ്റെ ആരാധന നിങ്ങളുടേതിനേക്കാൾ വലുതാണെങ്കിൽ ഞാൻ ടിനി ജോർജ് പാസ്റ്ററെ വിളിക്കും, വാ വന്ന് കണ്ടോ ഞങ്ങൾ എങ്ങനെ ആരാധിക്കുന്നതെന്ന്. നിങ്ങളെ കാണുമ്പോൾ അങ്ങേരി വിളിക്കും. മറ്റേ പുള്ളി ഇത് തന്നെ കാണിച്ചു. ബാബേൽ രാജാക്കന്മാർ വന്ന് ഞങ്ങളുടെ പള്ളി കണ്ടു. ഇതിനകത്തിരിക്കുന്ന പൊന്നും വെള്ളിയും കാണണോ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങ് തീരെ ഒന്നും ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല, കയറി കാണാൻ വെള്ളിയും പൊന്നും കാണിച്ചു. പിന്നെ ഞങ്ങളുടെ പിള്ളേരെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്കറിയാം, ഭൂലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ളവരെന്ന് ഇന്നും അറിയപ്പെടുന്നത് ഇസ്രായേൽക്കാരാണ്. അവിടുത്തെ പ്രഭുകുമാരികളെ വിളിച്ച് സൗന്ദര്യം കാണിച്ചു. അവിടുത്തെ പ്രഭുകുമാരന്മാരെ വിളിച്ച് അവരുടെ മസിൽ പവർ കാണിച്ചു. നീ വിചാരിക്കുന്ന പോലെ മോശമൊന്നുമല്ല, ഞങ്ങളും കൊള്ളാം, ബാ കൊട്ടാരം പണി കാണാം. കൊട്ടാരവും കൊണ്ട് കാണിച്ചു. ഹിസ്കിയാവിൻ്റെ ആളുകൾ ബാബേൽ രാജാവിൻ്റെ ആളുകൾ പോയി കഴിഞ്ഞതോടെ യെശയ്യാ പ്രവാചകൻ തിരിച്ചു വരുന്നു.
യെശയ്യാവ് ആദ്യം ചത്തുപോന്ന് പറയാൻ വന്നു, പിന്നെ ആയുസ് നീട്ടി എന്ന് പറയാൻ വന്നു. ഇപ്പം തേണ്ട മൂന്നാം പ്രാവശ്യം യെശയ്യാവ് കയറി വന്നൊരു ചോദ്യം ചോദിച്ചു, ഹിസ്കിയാവേ ആരൊക്കെ വന്നടാ? അതിങ്ങനെ ബാബേൽ രാജാക്കന്മാർ വന്നു. എന്നിട്ട് എന്തോ കണ്ടടാ? എല്ലാം കണ്ടു. ഹിസ്കിയാവേ നിന്നെ എന്തിനടാ രാജസ്ഥാനത്താക്കിയിരിക്കുന്നേ? ജാതികൾ ദേവാലയത്തിൽ കയറാതെ ദേവാലയത്തിന്റെ വിശുദ്ധി സൂക്ഷിക്കുവാൻ രാജസ്ഥാനത്താക്കപ്പെട്ട നീ വേർപാട് ലംഘിച്ച് ജാതികളെ ദേവാലയത്തിൽ കയറ്റിയ കാരണത്താൽ നിന്റെ ശിക്ഷ കേട്ടു. നിന്റെ കണ്ണ് രണ്ടും കുത്തിപ്പൊട്ടിച്ച് ബാബേൽ രാജാക്കന്മാർ നിന്നെ കൊണ്ട് അടിമവേല ചെയ്യിക്കും. നീ കാണിച്ചു കൊടുത്ത പൊന്നും വെള്ളിയും മൊത്തം ബാബേലിൽ കൊണ്ടുപോകും. നീ സൗന്ദര്യം കാണിച്ചു കൊടുത്ത ഇസ്രയേലിലെ പ്രഭുകുമാരികൾ ബാബേൽ രാജാക്കന്മാരുടെ പ്രഭുക്കന്മാരോട് കൂടെ അന്തി ഉറങ്ങും. നീ ബലം കാണിച്ചു കൊടുത്ത നിന്റെ പ്രഭുകുമാരന്മാർ ബാബേൽക്കാരുടെ വീടുകളിലെ കുശിനികളിൽ വിറക് കീറാണ്ടി വരും. നിന്നെ ആക്കിയ മാന്യത വിട്ട് നീ വേർപാട് ലംഘിച്ചു. ഹിസ്കിയാവ് ഇറങ്ങിപ്പോയി. ഹിസ്കിയാവിന് പണ്ടേ അറിയാവുന്ന ആകെ പ്രത്യേകത കരയുക. പുള്ളി കരച്ചിലും തുടങ്ങി. പണ്ട് ചാകാൻ തുടങ്ങുന്ന പറയുമ്പോൾ ഇയാൾ കരഞ്ഞാൽ രക്ഷപ്പെട്ടത്. ഇയാൾ കരച്ചിൽ തുടങ്ങി. തമ്പുരാനെ അങ്ങനെ പറ്റിയല്ലേ തേണ്ട വരുന്ന യെശയ്യാവ് നാലാം പ്രാവശ്യം യെശയ്യാവ് കയറി വന്ന് വെച്ച് പറഞ്ഞ്, ഇക്കാര്യത്തിൽ എന്തെയ്യോ നിന്റെ അപേക്ഷ കേട്ടു. നിന്റെ ആയുസ്സിൽ സംഭവിക്കത്തില്ല, നിന്റെ മകന്റെ കാലത്ത് സംഭവിക്കും. ദൈവം ശിക്ഷ പറഞ്ഞ ശിക്ഷയാ, അത് നടന്നിരിക്കും. പക്ഷെ നിന്റെ കരച്ചിൽ കൊണ്ട് നിന്റെ ആയുസ്സിൽ നടക്കുകയില്ല, നിന്റെ മക്കളുടെ കാലത്ത് നടക്കും. ഹിസ്കിയാവിന്റെ മകന്റെ കാലത്ത് ബാബേൽ രാജാക്കന്മാർ ആക്രമിച്ചു. ഇസ്രയേൽ ജനതയെ അടിമകളാക്കി പിടിച്ചു. പൊന്നും വെള്ളിയും സകലതും എടുത്തു, സകലതുമായി ബാബേലിൽ കൊണ്ടുപോയി. ഇവർ ബാബേല്യർക്ക് അടിമകളായി. മുമ്പേ പറഞ്ഞ പോലെ തന്നെ ജനം ചെയ്ത പാപത്തിന്റെ ശിക്ഷ അല്ലിത്, നേതാവ് ചെയ്ത പാപത്തിന്റെ ശിക്ഷയാ. ദാവീദ് പാപം ചെയ്താലും ശിക്ഷിക്കപ്പെടുന്ന ജനമാ. ഹിസ്കിയാവ് പാപം ചെയ്താലും ശിക്ഷിക്കപ്പെടുന്ന ജനമാ. ഞാൻ പാപം ചെയ്താൽ എൻ്റെ സഭയാ ശിക്ഷിക്കപ്പെടുന്നത്. അത് ഓർത്തുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഈ ജനം 50-60 വർഷം അടിമത്വത്തിൽ തുടർന്നു. ആ തലമുറ മാറി അടുത്ത തലമുറയൊക്കെ വന്നു. 60 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇന്നലെ രാത്രി ഞാൻ തൊട്ടു തൻ്റെ ദാനിയേൽ പ്രവാചകൻ യെരമ്യാവിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ 70 വർഷം കഴിയുമ്പോൾ ഈ ജനത്തിന് വിടുതലുണ്ട് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു. യെശയ്യാവിൻ്റെ പുസ്തകം 44-ഉം 45-ഉം അധ്യായങ്ങൾ ഒരുമിച്ച് വായിച്ചാൽ 44-ന്റെ ഒടുവിലത്തെ 5 വാക്യവും 45-ന്റെ ആദ്യത്തെ 5 വാക്യവും ഒരുമിച്ച് വായിച്ചാൽ ഒരു സത്യം കാണാം. ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു 45 എടുത്ത് വായിച്ചപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ വരുമെന്ന്. ആകാശത്തെ വിരിച്ചത് എൻ്റെ കൈയാണ്, അതിലെ സൈന്യത്തെ കൽപ്പിച്ചാക്കിയത് എൻ്റെ വായാണ്, എൻ്റെ വാക്കാണ് എന്നുള്ള വാക്യം വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തിരിച്ച് നമ്മളിവിടെ വരുമെന്ന്. യെശയ്യാവ് 44-45 ചേർന്നാണ് ഈ ജനത്തിൻ്റെ വിടുതലിനെ കുറിച്ചുള്ള പ്രവചനം യെശയ്യാവ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, കോരേശ് എൻ്റെ ഇടയനാകുന്നു, അവൻ എൻ്റെ ഇഷ്ടം മുഴുവനും ചെയ്യും. ഇസ്രയേലിന് സ്വസ്ഥതയുണ്ടാകും, അവർ വിടുവിക്കപ്പെടും. എൻ്റെ ദാസനായ യാക്കോബ് നിമിത്തം ഇരുട്ടിലെ നിക്ഷേപങ്ങളും മറവിടങ്ങളിലെ ഗുപ്തനിധിയും ഞാൻ അവന് കൊടുക്കും. അവൻ്റെ മുമ്പിൽ കതകുകൾ അടയാതിരിക്കേണ്ടതിന് ഞാൻ ഇരുമ്പോടാമ്പലിനെ തകർത്ത് താമ്രക്കതകിനെ ഛേദിക്കും. ഇത്രയും ഭാഗം ഒന്നും വിശദീകരിക്കാൻ ഒക്കത്തില്ല. ഇങ്ങനെ ഹിസ്കിയാവ് നശിപ്പിച്ചതിൻ്റെ പ്രതിവിധിയായി ദൈവം ജനത്തെ വിടുവിക്കുന്ന ചരിത്രം യെശയ്യാവ് വിളിച്ചു പറഞ്ഞു. യെരമ്യാവ് പറഞ്ഞു അത് 70 വർഷം കഴിയുമ്പോൾ നടക്കും. അടിമത്വത്തിലേക്ക് പോയി 70 വർഷം കഴിയുമ്പോൾ ഞാൻ അവരെ വിടുവിക്കും. കാര്യം രാജാവിൻ്റെ കുറ്റത്തിന് പ്രജകളെ ശിക്ഷിച്ചതാ, തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. അങ്ങനെ ശിക്ഷിക്കപ്പെട്ടതിൻ്റെ പ്രായശ്ചിത്തമായി വലിയ ഒരു നന്മയും കൊടുക്കുവാൻ ദൈവം തീരുമാനിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇരുട്ടിലെ നിക്ഷേപങ്ങളും മറവിടങ്ങളിലെ ഗുപ്തനിധിയും തന്ന് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരും. ഇത് ദാനിയേൽ പ്രവാചകൻ കണ്ടു. ദാനിയേൽ ഉപവാസം തുടങ്ങി. ദാനിയേൽ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇനി ഞാൻ ഈ വിടുവിക്കാൻ വരുന്ന രാജാവിനെ കുറിച്ചൊരു പദം പറയട്ടെ. എന്തോ അവിടെ എഴുതിയിരിക്കുന്ന വാചകം, കോരേശ് എൻ്റെ ഇടയനാകുന്നു, അവൻ എൻ്റെ ഹിതം മുഴുവനും നിവർത്തിക്കും. 44 യെശയ്യാവ് 44 കോരേശ് എൻ്റെ ഇടയനാകുന്നു, അവൻ എൻ്റെ ഇഷ്ടം മുഴുവനും ചെയ്യും. കോരേശ് ഒരു ജാതികീയ രാജാവായിരുന്നു. അവൻ എങ്ങനെ ഇസ്രയേലിൻ്റെ ഇടയനായി മാറുന്നത്? ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് ഈ പ്രവചനം. അവൻ എങ്ങനെ ഇസ്രയേലിൻ്റെ ഇടയനായി മാറും? പക്ഷെ സത്യത്തിൽ അവൻ്റെ ജനനം ഒരു ഇടയനോട് ബന്ധപ്പെട്ടായിരുന്നു. ഒന്ന് കേട്ടോണം. കോരേശ് എന്ന് പറയുന്ന രാജാവ് സൈറസ് നമ്മളെ ആരെയും പോലെ ഇന്ത്യൻ പ്രസിഡന്റിനെ പോലെ ഒന്നും അല്ല.
അവരുടെയൊക്കെ ചരിത്രം എൻസൈക്ലോപീഡിയകളിൽ കിടപ്പുണ്ട്. എൻസൈക്ലോപീഡിയ അമേരിക്കൻ, എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക, ഇതിനകത്തെല്ലാം കോരേശിന്റെ ചരിത്രം കിടപ്പുണ്ട്. അത്രയും ആധികാരികമാണ് അവരുടേത്. ഒന്ന് കേട്ടോണം. കോരേശിന്റെ അമ്മയുടെ അപ്പൻ ഒരു പേർഷ്യൻ ചക്രവർത്തിയായിരുന്നു. കോരേശിന്റെ അമ്മയുടെ അപ്പൻ ഒരു പേർഷ്യൻ ചക്രവർത്തിയായിരുന്നു. ആ പേർഷ്യൻ ചക്രവർത്തിയുടെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തോട് ഒരു പ്രോഫസി, ഒരു വെളിച്ചപ്പാടത്തെ സംസാരിച്ചു പറഞ്ഞു, നിനക്കൊരു പെൺകുഞ്ഞ് ജനിക്കും. ആ കുഞ്ഞ് ജനിച്ചാൽ ഉടനെ അതിനെ കൊന്നേക്കണം. ആ പെണ്ണ് വളർന്നാൽ അവക്കൊരാൺകുഞ്ഞ് ജനിക്കും. അവൻ നിന്നെ തട്ടും, നിന്റെ തല വെട്ടിക്കളയും, കളഞ്ഞു രാജ്യവും കൊണ്ട് ചെറുക്കം പോവും. അവരുടെയൊക്കെ ആളുകളുടെ ഇടയിൽ അങ്ങനെയൊക്കെയാ. നിനക്കൊരു മോള് ജനിക്കും, ജനിച്ചാൽ ഉടൻ കൊന്നേക്കണം. കൊന്നില്ലേ അവൾ വളരും, അവക്കൊരു കുഞ്ഞ് ജനിക്കും, അതാണാണ്, അവൻ നിന്നെ കൊല്ലും. അങ്ങനെ പെണ്ണ് ജനിച്ചാൽ ഉടനെ പെണ്ണിനെ കൊല്ലാൻ വേണ്ടി രാജാവ് ഇരിക്കുകയായിരുന്നു. കൃത്യം പോലെ പെണ്ണ് ജനിച്ചു. കുഞ്ഞിനെ കണ്ടപ്പോൾ കൊല്ലാൻ അങ്ങോട്ട് തോന്നുന്നില്ല. അത് സ്വന്തം അപ്പനും അമ്മയും വരുന്ന വേറൊരു ഗതികേടാ. കൊല്ലാൻ അങ്ങോട്ട് തോന്നുന്നില്ല. അപ്പോൾ അങ്ങേര് വിചാരിച്ചു ഇവളെ കല്യാണം കഴിപ്പിക്കാതെ വളർത്തുക, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, അവക്കൊരു കുഞ്ഞുണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെ കല്യാണം കഴിക്കാതെ കുറേ വളർത്തി. പക്ഷെ അവിടെ ബാല്യപ്രായമായതോടെ അവളെപ്പോലുള്ളവരൊക്കെ വിവാഹം കഴിച്ച് ജീവിക്കുന്നത് കണ്ടപ്പോൾ അപ്പനൊരു മനസ്സലിവ്. പക്ഷെ അവിടെ മോൻ എന്നെ കൊല്ലാൻ പാടില്ല, അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ഇവളെ ദൂരെങ്ങോണമുള്ള ഒരു രാജാവിനെ കൊണ്ടങ്ങ് കല്യാണം കഴിപ്പിച്ചേക്കാം. അതിന് മേദ്യരാജ്യത്ത് നിന്നൊരു രാജകുമാരനെ കൊണ്ട് പേർഷ്യൻ രാജകുമാരിയെ വിവാഹം കഴിപ്പിച്ചു. മേദ്യയിലേക്ക് അങ്ങ് പറഞ്ഞയച്ചു. അന്നത്തെ കാലത്ത് 6 മാസം നടപ്പാവുന്നു പോയി വരണം, 6 മാസം അതിൽ കൂടുതലോ നടപ്പാവുന്നു പോയി വരണം. ഇവിടെ വരത്തൊന്നുമില്ല, ഇതിലെ പൊക്കോളൂ. അങ്ങനെ അങ്ങ് പോയി. ഒരു ദിവസം ഇവിടെ വെളിച്ചപ്പാടത്തെ സ്റ്റാർട്ട് ചെയ്തു, നിന്റെ പെൺകുഞ്ഞ് ഗർഭിണിയാണ്, ഒരാൺകുഞ്ഞിനെ പ്രസവിക്കും, അവൻ വളരും, നിന്റെ തലവെട്ടും, പേർഷ്യൻ രാജ്യം അവൻ കൊണ്ടു. ശടാ, ഇനി എന്നെ ഈ രാജാവ് ഉടനെ മിടുക്കനാകാൻ ശ്രമിച്ചു. ആള് വിട്ട് മോളെയും ഭർത്താവിനെയും കൂടി ഇഞ്ഞി വിളിപ്പിച്ചു. നമ്മുടെ ഏഷ്യൻ സിസ്റ്റം അനുസരിച്ച് ആദ്യത്തെ ഡെലിവറി അപ്പൻ്റെ അമ്മയുടെയും കടമയാണ് നോക്കുന്നത്. അങ്ങനെ മോളെ ഇഞ്ഞി വിളിപ്പിച്ചു. ഒരു കൊട്ടാരം അവക്കങ്ങ് കൊടുത്തു. സൈന്യത്തെ കാവലാക്കി വെച്ച് പറഞ്ഞു, കുഞ്ഞ് ജനിച്ച ആണാണെങ്കിൽ നമുക്ക് ബോഡി കിട്ടണം, പെണ്ണാന്നേ വിട്ടേക്ക്, ആണാണെങ്കിൽ ബോഡി എനിക്ക് കിട്ടണം. മാസത്തിന് മുമ്പേ ഒരു രാത്രിയിൽ തന്റെ പേർഷ്യൻ ചക്രവർത്തിക്ക് ഒരു പേക്കിനാവ് തൻ്റെ മകൾക്ക് കൊടുത്തിരിക്കുന്ന കൊട്ടാരത്തിൽ നിന്നൊരു മുന്തിരിവള്ളി പടരുന്നു. അത് പെട്ടെന്ന് പടർന്ന് പേർഷ്യൻ സംസ്ഥാനം മുഴുവനും മൂടി. പേർഷ്യയിലെങ്ങും സൂര്യപ്രകാശം പോലും അടിക്കാത്ത പോലെ ഈരളായി. ഒരശരീരി അയാൾ കേട്ടു, നിന്റെ മകൾക്കൊരാൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു, അവൻ പേർഷ്യൻ സംസ്കാരം തകർത്തുകൊണ്ട് നിന്റെ തല വെട്ടിയേച്ച് ഇവിടുത്തെ ചക്രവർത്തിയായി മാറും. രാജാവ് ഞെട്ടി ഉണർന്നു. തൻ്റെ പ്രൈം മിനിസ്റ്ററെ വിളിച്ചു. പ്രൈം മിനിസ്റ്ററോട് പറഞ്ഞ്, എളുപ്പം പോയി മകളുടെ കൊട്ടാരം ചെക്ക് ചെയ്യണം. അഥവാ ഒരു ആൺകുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അതിന്റെ ഡെഡ് ബോഡി ഇവിടെ കിട്ടണം, കുഞ്ഞിന്റെ ബോഡിയും കൊണ്ടുപോവാ. അടുത്തൊരു പദം പതുക്കെ പറയാം. ഈ പ്രൈം മിനിസ്റ്റർക്ക് ഒരു പാപജീവിതം ഉണ്ടായിരുന്നു. ആ രാജ്യത്തുള്ള ഒരു കോമണർ പെൺകുട്ടിയുമായിട്ട് ഇയാൾക്കൊരു ബന്ധം ഉണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടുപിടിച്ച് പ്രൈം മിനിസ്റ്ററുടെ സ്റ്റാറ്റസിന് നിരക്കാത്തത് കൊണ്ട് കൊന്നുകളി. കാര്യം വെറും താണവർഗത്തിൽപ്പെട്ട ഒരു പെങ്കൊച്ചുമായിട്ടാണ് ബന്ധം. അവക്കൊരു കുഞ്ഞ് ആ രാത്രിയിൽ ഉണ്ടായി. കൃത്യം പോലെ അതൊരു ഡെഡ് ബേബി ആയിരുന്നു, ഒരു സ്റ്റിൽ ബേബി, മരിച്ച കുഞ്ഞാ പുറത്തു വന്ന്. എവിടെയും ഈ ശരീരം കുഴിച്ചിട്ട് തൊലച്ചാൽ അവന്റെ പാപമാരും അറിയാതെ രക്ഷപ്പെട്ടേക്കും. അത് ഓർത്തോണ്ടിരിക്കുമ്പോഴാണ് രാജാവ് വിളിച്ചു പറയുന്നത്, എൻ്റെ മോക്കൊരാൺകുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ ബോഡി ഇവിടെ കൊണ്ടുതരണം. അവൻ ചെന്ന് നോക്കിയപ്പോൾ കൃത്യം പോലെ അവിടെ ഒരു ആൺകുഞ്ഞുണ്ട്. അവൻ മേദ്യ ചക്രവർത്തിയോട് പറഞ്ഞു, ഇങ്ങനെയാണ് എന്നെ വിട്ടിരിക്കുന്നത്, എങ്ങനെങ്കിലും നിന്റെ കുഞ്ഞിനെ ഒളിപ്പിക്കുമെങ്കിൽ ഞാൻ രാജാവിന് വേറൊരു ഡെഡ് ബോഡി കൊടുത്ത് തൃപ്തിപ്പെടുത്തിക്കോളാം, എവിടെയെങ്കിലും ഒരു കൊച്ചിനെ കൊന്ന് ഞാൻ കൊടുത്തോളാം, നിന്റെ കൊച്ചിനെ കൊല്ലുന്നില്ല. ഇനിയിപ്പോൾ ഇവിടെ പോകുന്നേ, ഇവിടെ കൊണ്ട് ഈ രാത്രിയിൽ ഈ കൊച്ചിനെ ഒളിപ്പിക്കും. പെട്ടെന്നാണ് രാജകുമാരി പറഞ്ഞത്, പണ്ട് ഞാൻ കുഞ്ഞായിട്ട് ഇവിടെ താമസിച്ചിരുന്ന കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ ആട് തീറ്റാൻ വരുന്ന ഒരു ഇടയക്കൂട്ടം ഇവിടെയുണ്ട്. അവരിവിടെ അടുത്തെങ്ങാണ്ടാ താമസം, അവരെ കണ്ടുപിടിച്ചാൽ എന്നെ സഹായിക്കാതിരിക്കത്തില്ല. അങ്ങനെ ആ ഇടയക്കൂട്ടത്തെ കണ്ടുപിടിച്ചു. ഇടയന്മാരുടെ കയ്യിൽ ജനിച്ച് മണിക്കൂറുകൾ കഴിയാത്ത ബേബിയെ കൈമാറി. ഖോരേശ് എൻ്റെ ഇടയനാകും. കഥ ഇങ്ങോട്ട് കേട്ടോണം. എൻസൈക്ലോപീഡിയ ഇന്നാ, ഇത് രഹസ്യമൊന്നുമല്ല. ഈ കുഞ്ഞിനെ ചില നാളുകൾ വളർത്തിയ ശേഷം മുട്ടയിലെഴയാനും വലിയാനും പരുവമായതോടെ ഇടയന്മാർ, കൊച്ചിനെന്തോ പേരിട്ടു, അതെന്തോന്നും എൻസൈക്ലോപീഡിയയിലില്ല,
ഈ കൊച്ചിനെയും കൊണ്ട് ആട് തീറ്റാൻ പോയ കൂട്ടത്തിൽ ഒരു കൂട്ടം ചെന്നായ്ക്കൾ ഇവരെ ആക്രമിച്ചു. ഇവർ ഓടിയ കൂട്ടത്തിൽ കൊച്ചിനെയും കളഞ്ഞു വെച്ച് സ്ഥലം വിട്ടു. ചെന്നായ്ക്കൾ ഈ കുട്ടിയെ എടുത്തു. ചെന്നായ്ക്കൾക്കൊരു സ്വഭാവമുണ്ട് പോലും, ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. കൊച്ചു മനുഷ്യ കുഞ്ഞുങ്ങളെ കിട്ടിയ കൊല്ലുകയില്ല, പാല് കൊടുത്ത് വളർത്തും. അങ്ങനെ ഇവൻ ചെന്നായയുടെ പാല് കുടിച്ചു വളർന്നു. കോരേശ് എൻ്റെ ഇടയൻ, ഇവൻ ചെന്നായയുടെ പാല് കുടിച്ചു വളർന്നു. പക്ഷെ ദൈവത്തിന് വേറൊരു പർപ്പസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ചെന്നായയുടെ പാല് കുടിച്ചു വളർന്നു. ചെന്നായ ഇര പിടിച്ചുകൊണ്ട് വരുന്നതിൻ്റെ രക്തം കുടിച്ചു. ചെന്നായ കടിച്ചു കീറുന്ന പച്ചമാംസം തിന്നു. 5 വയസ്സുവരെ മുട്ടയിൽ എഴഞ്ഞു നടന്നു. കാര്യം എല്ലാ ചെന്നായി 4 കാലിലാണ് നടക്കുന്നത്. അവൻ കണ്ടിട്ടുള്ള സകല ജീവി 4 കാലിലാണ് നടക്കുന്നത്. ഇവന് 4 കാലിൽ നടന്നു. ഒരു ദിവസം അറിയാതെ അങ്ങ് പൊങ്ങിപ്പോയി. അതുകൊണ്ട് ഇവന് നല്ല ബാലൻസ്. ഇവൻ അന്ന് പിടി കിട്ടുന്ന ബാക്കി സകല മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എനിക്ക് 2 കാലിൽ നടക്കാം. തുടർന്ന് ഇവൻ 2 കാലിൽ നടന്നു. അന്നും പച്ചറച്ചിയാ തീറ്റി. 2 കാലിൽ നടന്നു. ഭാഷയില്ല. ശരീരം മുഴുവനും മുള്ളുകൊണ്ട പാടുകളും പറിച്ചു കീറിയ പാടുകളുമാണ്. ഭാഷയില്ല. തനി ചെന്നായായിട്ട് ഇവൻ വളർന്നു. ക്രൂരൻ ദുഷ്ടൻ നീചൻ തനി ചെന്നായായിട്ട് ഇവൻ വളർന്നു. 11 വയസ്സ് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പഴയ ആട്ടിടയന്മാർ ആട് തീറ്റി കാടിൻ്റെ ഇതിലേ പോയി. അവരെ ആക്രമിക്കാൻ ഈ പഴയ ചെന്നായ്ക്കൾ ചാടിയിറങ്ങി. ഇവൻ നോക്കിയപ്പോൾ യവനെപ്പോലെ 2 കാലിൽ നടക്കുന്ന കുറെ ജീവികൾ ഓടുന്നു. ഇവൻ ചെന്നായം വിട്ടേച്ച് അവന്മാരുടെ പുറകെ ഓടി. അന്ന് വരെ അവൻ 2 കാലിൽ നടക്കുന്ന ജീവികളെ കണ്ടിട്ടില്ല. പുള്ളിയുടെ 11ാമത്തെ വയസ്സിലാണ് കാണുന്നത്. അവരുടെ പുറകെ ഇവൻ ഓടി. അവർ ചെറുക്കനെ കണ്ടപ്പോൾ മനസ്സിലായി, എടാ ഇത് പണ്ടത്തെ രാജാവിൻ്റെ മോനാ. ചെറുക്കനെ പിടിച്ച് ആരും അറിയാതെ പ്രൈം മിനിസ്റ്ററെ വിവരം അറിയിച്ചു. പ്രൈം മിനിസ്റ്റർ മേദ്യ രാജാവിനെ വിവരം അറിയിച്ചു. ചെറുക്കനെ മേദ്യയിൽ കൊണ്ടുവന്നു. 12ാം വയസ്സിലാണ് കോരേശ് എന്നവന് പേരിടുന്നത്. അതുവരെ അവന് പേരില്ല, ചെന്നായ. അന്നാണ് അവൻ ഭാഷ പഠിക്കുന്നത്. നീചന്മാരിൽ നീചനും ക്രൂരന്മാരിൽ ക്രൂരനുമായി. ചെന്നായുടെ പാല് കുടിച്ചവനല്ലേ, കടിച്ചു കീറി തിന്നവനല്ലേ, അങ്ങനെ തന്നെ വളർന്നു. 17 വയസ്സ് കഴിഞ്ഞപ്പോൾ അമ്മ അവന് കഥ പറഞ്ഞു കൊടുത്തു. മോനെ, നീ ഇന്നാരാ, നിന്റെ വല്യപ്പൻ ഇന്നാരാ, ഇന്നിടത്തെ ചക്രവർത്തിയാ. ഇങ്ങനെ കുറെ പ്രോഫസി ഉണ്ടായിരുന്നേ കൊണ്ട് ഇതൊക്കെ സംഭവിച്ചതാ. ചെറുക്കനത് മനസ്സിൽ കയറി. 18 വയസ്സ് തികഞ്ഞതോടുകൂടെ ഒരു വാളും എടുത്തുകൊണ്ട് പേർഷ്യക്ക് എന്ന് വല്യപ്പനെ കൊന്ന് പേർഷ്യ രാജ്യം പിടിച്ച് മെൻഡോ-പേർഷ്യൻ രാജ്യം സ്ഥാപിച്ചു. മേദ്യനും പാർസികളും ചേർന്നുള്ള മെൻഡോ-പേർഷ്യൻ രാജ്യം സ്ഥാപിച്ചു. അതാണ് കോരേശ്. കോരേശ് എൻ്റെ ഇടയൻ. ഇടയൻ്റെ വീട്ടിൽ വളർന്നേ കൊണ്ട് ഇടയനായതാ. അവൻ എൻ്റെ ഇഷ്ടം മുഴുവനും ചെയ്യും. ദൈവത്തിന് ദൈവ ഇഷ്ടം കുറെ ചെയ്യുന്നവരെ കൊണ്ട് ഒരു മണ്ണാങ്കട്ടയും ചെയ്യാനില്ല. മുഴുവൻ ചെയ്യുന്നവരെ കൊണ്ടേ ഒക്കത്തുള്ളൂ. ഇത് മനസ്സിലാകുന്നുണ്ടോ? ഞാനും രക്ഷിക്കപ്പെട്ടതാ. എന്നിട്ട് മിക്കവാറും ഒക്കെ നല്ലതായിട്ടാ മോനെ, നിന്നെ ഒരു മണ്ണാങ്കട്ടയ്ക്കും കൊള്ളുകയില്ല. ദൈവത്തിന്റെ ഇഷ്ടം പൂർണ്ണമായി ചെയ്യുന്നവനെ മാത്രമേ ദൈവത്തിന് മതി. അതിൽ താഴെ ഒന്നിനെ ദൈവം ഉപയോഗിക്കത്തില്ല. കോരേശ് എൻ്റെ ഇടയൻ, അവൻ എൻ്റെ ഹിതം മുഴുവനും നിവർത്തിക്കും. ഇവനാണ് യുദ്ധം ചെയ്ത് ഇപ്പോൾ തന്റെ ബാബേലിനെ കീഴടക്കാൻ വരുന്നു. അവനെ കൊണ്ട് ഈ പണി നടക്കും. ഇവൻ വെറും ചെന്നായ, യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഇവൻ ചെന്നായ, അവനെ കൊണ്ട് ഇതുപോലുള്ള പണി നടക്കും. അതിന് ഇവനെ ചെന്നായി വളർത്തിയതാ. ഞാൻ മുന്നോട്ട് വരട്ടെ. എനിക്കിനിയും തുടർന്ന ആത്മയുദ്ധത്തിലേക്ക് ഞാൻ കയറാൻ പോവാം. ഈ കോരേശിനെ കുറിച്ച് പറഞ്ഞു വന്ന 45ാം സങ്കീർത്തനത്തിൽ കോരേശ് തന്നെ നോക്കിയാൽ ബാബേൽ സാമ്രാജ്യം വീഴിക്കാൻ ഒക്കുമോ എന്നുള്ളതാ പ്രശ്നം. ഒക്കത്തില്ല. തമ്പുരാൻ അതിന് പറയുകയാണ്, ഈ നക്ഷത്രമണ്ഡലങ്ങളെ നിരത്തി വെച്ചത് എൻ്റെ കയ്യാ. ഓർക്കുന്നോ 13ാം വാക്യം 45ന്റെ? അതിലെ സൈന്യത്തെ മുഴുവനും കൽപ്പിച്ചാക്കിയത് ഞാനാ. എനിക്കാവശ്യം വരുമ്പോൾ ഒറ്റ കൽപ്പന കൊടുത്താൽ അതിലെ സൈന്യങ്ങൾ കോരേശിനെ സഹായിക്കും. ഈ നക്ഷത്രമണ്ഡലങ്ങളിലെ അനുസരിക്കുന്ന ദൂതന്മാരോട് കൽപ്പിക്കുവാനുള്ള അഭിഷേകമാണ് നമ്മുടെ മേൽ പകർന്നത്. ഇത് മനസ്സിലാകുന്നോ? ഇച്ചിരൂടെ അങ്ങോട്ട് കഴിയുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാകും. ദാനിയേൽ ഉപവസിക്കാനായിട്ടിരുന്നു. ദാനിയേൽ ഉപവസിക്കുമ്പോഴാണ് ഹെബ്രിയേലും മീഖായേലും ചേർന്ന് സഹായിക്കാൻ വരുന്നത്. അന്നേരത്താണ് പേർഷ്യൻ പ്രഭുവും മേദ്യപ്രഭുവും യുദ്ധത്തിന് വരുന്നത്. ദൈവത്തോട് വിഘടിച്ചു നിൽക്കുന്ന ശക്തികളുണ്ട്. ദൈവിക പദ്ധതി നിറവേറാതെ വണ്ണം തടയുവാൻ അവരെഴുന്നേറ്റ് വരും.
മേദ്യശക്തികൾ എഴുന്നേറ്റു, പേർഷ്യശക്തികൾ എഴുന്നേറ്റു. അവരെ നിയന്ത്രിക്കുവാൻ ഉപവസിക്കുന്ന ദാനിയേലിനെ കൊണ്ട് കഴിയും. ഇനി ഞാൻ ദൈവിക ബ്രേക്ക് ത്രൂ എന്നൊരു വിഷയം തൊടാൻ പോവാം. ദൈവിക ബ്രേക്ക് ത്രൂ എന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. ദൈവിക ബ്രേക്ക് ത്രൂ നടക്കണമെങ്കിൽ, ബ്രേക്ക് ത്രൂ എന്തോ ഞാൻ തൊട്ടോട്ടെ. ഞാനൊരു ഉദാഹരണം കൊണ്ട് ഇങ്ങനെ പറയാം. എനിക്ക് ഒരു ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റപ്പം ഭയങ്കര തലവേദന. അപ്പം ഞാൻ പ്രാർത്ഥിച്ച കർത്താവേ, സഭായോഗത്തിന് പോകുന്നതിന് മുമ്പ് എൻ്റെ തലവേദന മാറ്റി തരണേ. മാറി. ഞാൻ സഭായോഗത്തിന് പോയി. പിറ്റേ ഞായറാഴ്ച എഴുന്നേറ്റപ്പം പെടലിക്കായി വേദന. ഞാൻ പ്രാർത്ഥിച്ച കർത്താവേ, പെടലി വേദന മാറ്റണേ. മാറ്റി. പിറ്റേ ഞായറാഴ്ച എഴുന്നേറ്റ് ചെവിക്കായി വേദന. പ്രാർത്ഥിച്ചു, മാറ്റി തന്നു. നാൾതോറും ഭാരം ചുമന്ന് നടത്തുന്നതെയും. കറക്റ്റ് അല്ലേ? വേറൊരു സമയം രാവിലെ എഴുന്നേറ്റപ്പം ഭയങ്കര തലവേദന. ഞാൻ പറഞ്ഞത് കർത്താവേ, സഭായോഗത്തിന് പോകുന്നതിന് മുമ്പേ എൻ്റെ തലവേദന മാറ്റി തരണേ. മാറുന്നില്ല. ഇത് കൂടിക്കൂടി വരിക. സഭായോഗത്തിന് ഇറങ്ങേണ്ട നേരമായപ്പോൾ ഞാൻ ഓർത്തു, ഏതായാലും ചത്തില്ലല്ലോ, ചത്ത വഴി കിടക്കട്ടെ, ഞാൻ സഭായോഗത്തിന് പോവാം. വേദന സഹിച്ചുകൊണ്ട് പോയി. ആ ആഴ്ച മുഴുവൻ തലവേദനയായിരുന്നു. പിറ്റേ ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റപ്പോൾ തേണ്ട തലവേദനയുടെ മണ്ടയ്ക്ക് പെടൽ വേദന കൂടെ. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, ഒരു രക്ഷയുമില്ല, വേദന കൂടുക. ഞാൻ ഓർത്ത് ഏതായാലും ചത്തില്ലല്ലോ, സഭായോഗത്തിന് പോവാം. പോയി. മൂന്നാമത്തെ ആഴ്ച എഴുന്നേറ്റപ്പോൾ തേണ്ട ഇതിൻ്റെ രണ്ടിൻ്റെ മണ്ടയ്ക്ക് ചെവി വേദന. പ്രശ്നത്തിൻ്റെ മേൽ പ്രശ്നം കൂടുക. പ്രാർത്ഥിച്ചിട്ട് ഒരു വിടുതലുമില്ല. ഓർത്തോണം, ബ്രേക്ക് ത്രൂവിൻ്റെ സമയമാണ്. ഒരു ബ്രേക്ക് ത്രൂവിൽ ദൈവത്തിന് ആവശ്യം ദൈവത്തിന് വിശ്വസിക്കാവുന്ന ഒരു നേതൃത്വമാണ്. തീയിലിട്ടാൽ വെന്തുപോകയില്ല എന്ന് ഉറപ്പുള്ള വസ്തു മാത്രമേ തീയോട് ശോധന ചെയ്യത്തുള്ളൂ. ആരെങ്കിലും ഈ ബൈബിൾ തീയിലിടുമോ? വെന്തുവും പൊന്നോ വെന്തു പോകത്തില്ല. തീയിലിട്ടാൽ വെന്തുപോകയില്ല എന്ന് യജമാനൻ ഉറപ്പുള്ളതിനെ മാത്രമേ തീയിൽ ശോധന ചെയ്യത്തുള്ളൂ. തീ കൊണ്ട് ശോധന കഴിക്കാത്ത ഒരു നേതൃത്വത്തെ ബ്രേക്ക് ത്രൂവിന് കൊള്ളത്തുമില്ല. ദൈവം നമ്മെ തീ കൊണ്ട് ശോധന കഴിച്ച നേതൃത്വമാക്കി നിർത്തുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ശത്രുവിന് പ്രവർത്തിക്കുവാൻ ദൈവം അവസരം അഴിച്ചുവിടും. അല്ലെ നാളെ അവൻ പറയരുത്, പണ്ട് യോബിന്റെ കാര്യം പറഞ്ഞ പോലെ, നീ സൂക്ഷിച്ചാൽ മറ്റേതാണെന്നൊന്നും പറയണ്ട. ശത്രുവിന് അപവാദം പറയാൻ ഒരു പഴുതുമില്ലാതെ അവന്റെ മുമ്പിലോട്ട് തമ്പുരാൻ ചിലരെ അങ്ങ് എടുത്തിട്ട് കൊടുക്കും, കൊണ്ടുപോകും. അവർ തീയിൽ വെന്തുപോകത്തില്ലെന്ന് യജമാനന് അറിയാം. ശത്രു ഒരുക്കുന്ന ഡിഫൻസ് വോളുകൾ, അവന്റെ ആയുധപ്പര തുറന്ന് നമുക്കെതിരെ ഉപയോഗിക്കുവാൻ അനുവാദം. ഒടുവിൽ അവൻ കെട്ടിയിരിക്കുന്ന മതിലിന്റെ അറ്റത്ത് വരെ ഞാൻ എത്തി. ഇനി എത്ര തള്ളിയാലും പോകാനൊക്കാതെ ആ മതിലുകൾ തപ്പി തട്ടി നിർത്തുമ്പോഴാണ് ദൈവത്തിന്റെ വിടുതൽ തുടങ്ങുന്നത്. തകർക്കുന്നവൻ ഒറ്റയിറക്കം ഇറങ്ങും. ഈ ശത്രുവിന്റെ ഈ മതിലിനെ തമ്പുരാൻ ഒരു തള്ളു തള്ളും, അതങ്ങ് തകരും. ഞാനതിൻ്റെ അകത്തോട്ട് കയറും. ഒരു ബ്രേക്ക് ത്രൂവിൻ്റെ ഒന്നാമത്തെ ലക്ഷണം, തീയിലിട്ടാൽ വെന്തുപോകാത്ത നേതൃത്വത്തെ ശോധന ചെയ്ത് ഉയർത്തും. 2, അങ്ങേയറ്റം താഴ്ചയിലേക്ക് പോകുവാൻ ദൈവം വിട്ടുകൊടുക്കും. ശത്രുവിന്റെ സകല ആയുധങ്ങളും ഉപയോഗിക്കുവാൻ അവൻ അനുമതി കൊടുക്കും. അതിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുമ്പോൾ ദൈവം ഇറങ്ങും. അടുത്തത് ഇസ്രായേലിന് അത്രയുമായി. അടുത്തത് ഒരു ബ്രേക്ക് ത്രൂ നടക്കട്ടെ എന്ന് പ്രവചിക്കുന്ന ഒരു പ്രവചന ശബ്ദം വേണം. അതൊത്തിരി പേർക്ക് മനസ്സിലായില്ല. പ്രവചനം എന്ന വാക്കിന് 2 അർത്ഥമുണ്ട്. 2 അർത്ഥം. ഒന്ന്, ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുക, അല്ലെങ്കിൽ പണ്ട് നടന്ന കാര്യം ഓർമ്മിപ്പിക്കുക. ഇത് രണ്ടും പ്രവചനമാണ്. 2, ദൈവഹിതപ്രകാരം സംഭവിക്കേണ്ട കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് അഭിഷക്തമായൊരു നാവ് കൊണ്ട് പറയണം. അതും പ്രവചനമാണ്. ഒന്നുകൂടെ പറയാം. ദൈവഹിതപ്രകാരം സംഭവിക്കേണ്ട കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് ഒരു അഭിഷക്തന്റെ നാവ് കൊണ്ട് പറയണം, എങ്കിലേ സംഭവിക്കത്തുള്ളൂ. എസെക്കിയേൽ പ്രവാചകനെ പൊക്കിയെടുത്ത് അസ്ഥിത്താഴ്വരയുടെ നടുവിലോട്ട് കൊണ്ട് നിർത്തി, പ്രവാചക പ്രവചിക്ക്, ഈ അസ്ഥികൾ ജീവിക്കാൻ പ്രവചിക്ക്. അല്ലേലോ, അല്ലേ ജീവിക്കുകയല്ല. അങ്ങയുടെ ശബ്ദം വന്നെങ്കിലേ ഇത് ജീവിക്കൂ. ഇത് പറയുവാൻ എനിക്കൊരാൾ വേണം. അസ്ഥിത്താഴ്വരയുടെ നടുവിൽ നിൽക്കാൻ എനിക്കൊരു ലീഡർഷിപ്പ് വേണം. അവർ വന്നെങ്കിലേ ഇത് നടക്കൂ. ബാബേൽ തകർക്കുവാൻ, പ്രവചനം മുഴക്കുവാൻ ദൈവം ഒരു അവസരമുണ്ടാക്കി. ശ്രദ്ധിച്ചു കേട്ടോണം. ബാബേലിൽ ബേൽഷസ്സർ ചക്രവർത്തിക്ക് ഒരു ദിവസം ഒരു ദുർബുദ്ധി. 1000 മഹത്തുക്കളെ ഒരുമിച്ച് വിളിച്ചൊരു ഊണ് കൊടുക്കണം. 1000 മഹത്തുക്കളെ ഒരുമിച്ച് വിളിച്ചു. യഹോവയുടെ ആലയത്തിൽ നിന്ന് കൊണ്ടുവന്ന പൊന്നും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ കൊണ്ടുവന്നു. അവയുടെ അകത്ത് മലിനമായ മദ്യമൊഴിച്ചു.
മരവും കല്ലും കൊണ്ടുള്ള ദേവന്മാരുടെ മുമ്പിലിരുന്ന് കുടിക്കുവാൻ അവന്റെ വേശ്യമാർക്ക്, വെപ്പാട്ടികൾക്ക് ഓർഡർ കൊടുത്തു. അവർ ചേർന്നിരുന്ന് കുടിക്കുമ്പോൾ മനസ്സിലായോ? തന്റെ ഭിത്തിമേൽ ഒരു എഴുത്ത് പ്രത്യക്ഷമായി. മെനെ മെനെ തെഹലുഫാർസിൻ, ഇത് എൻ്റെ ആരയുടെ ഏപ്പഴിഞ്ഞു, കാൽമുട്ടുകൾ കൂട്ടിയിടിച്ചു. രാജ്ഞി പെട്ടെന്ന് ഭോജനശാലയിൽ വന്നു. അവൾ പറഞ്ഞു, ഈ രാജ്യത്തൊരു മഹാനുണ്ട്, വിശുദ്ധദേവന്മാരുടെ ആത്മാവ് അവൻ്റെ മേലുണ്ട്. ദാനിയേൽ എന്ന പേര്, പോയി അവനെ കൊണ്ടുപോവാ. എന്തിനാ കൊണ്ടുവരുന്നറിയാമോ? ഈ സമയത്ത് ഒരു പ്രവചന പദം ദാനിയേലിന്റെ വായിൽ നിന്ന് വീഴണം. വീണില്ലെങ്കിൽ കോരേശ് വെളിയിൽ നിൽക്കത്തേ ഉള്ളൂ. കൊട്ടാരത്തിന്റെ അകത്ത് ഓൺ ദ സ്പോട്ട് പ്രയർ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും അല്ലേ? എവിടെ വിടുതൽ നടക്കണം അവിടെ പോയി ഒന്ന് പ്രാർത്ഥിക്കുന്നു, നമ്മളൊക്കെ ചെയ്യാറുണ്ട്. ഓൺ ദ സ്പോട്ട് പ്രയറിന് വേണ്ടി ദാനിയേലിനെ കൊണ്ടുവരുവാൻ ദൈവം എഴുതി വെച്ചതാ. ദാനിയേൽ ഇങ്ങോട്ട് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച, 14 വയസ്സുള്ളപ്പോൾ, ഇപ്പൊ അദ്ദേഹത്തിന് 84 വയസ്സുണ്ട്. 14 വയസ്സുള്ളപ്പോൾ യെരുശലേമിലെ ദേവാലയത്തിൽ ബഹുമതിയോടെ കൂടെ കണ്ട യഹോവയുടെ ആലയത്തിലെ പൊന്നും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങളിട്ട് തേണ്ട വേശ്യമാർ തട്ടുന്നു. ചൂട് പിടിക്കാതിരിക്കുകയല്ലോ. മരിച്ചുപോയ എൻ്റെ അപ്പൻ്റെ ഫോട്ടോ വലിച്ചു കയറി തറയിലിട്ട് നിങ്ങളിലൊരാൾ ചവിട്ടുന്നത് കണ്ട എനിക്ക് സങ്കടമാണ്. എൻ്റെ ബൈബിളിൻ്റെ ഒരു പേര് ഒരുത്തൻ വലിച്ചു കീറി തുപ്പി താഴെ ഇട്ടാൽ എനിക്ക് സഹിക്കാനൊക്കത്തില്ല. യഹോവയുടെ ആലയത്തിൽ കണ്ട പാത്രങ്ങൾക്കകത്ത് വീഞ്ഞു പകർന്ന് രാജാവിൻ്റെ വെപ്പാട്ടികളിട്ട് തട്ടുന്നത് കണ്ടതോടെ ഇവൻ്റെ നെഞ്ചു പൊട്ടി. അന്നേരത്താണ് രാജാവ് ചോദിക്കുന്നത്, ഇതൊന്ന് വായിക്കാമോ എന്ന്. ഇത് പറഞ്ഞു, വായിക്കാം. ആ വാചകങ്ങൾ ശ്രദ്ധിച്ചോണം. വായിച്ചാൽ നീ കഴുത്തിൽ പൊന്മാല അണിഞ്ഞ് രാജ്യത്ത് രണ്ടാമനായിരിക്കും, നിനക്ക് സമ്മാനം തരാം. ദാനിയേൽ പറഞ്ഞ മറുപടി ഓർമ്മയുണ്ടോ? രാജാവേ, സമ്മാനം കയ്യിലിരിക്കട്ടെ, എനിക്ക് വേണ്ട. പ്രതിഫലം വേറെ ആർക്കെങ്കിലും കൊടുറൂ, എടുവെന്നൊന്നും അല്ല, കൊടുത്താലും എഴുത്ത് ഞാൻ വായിക്കാം. നീ തീർന്നു. ഇന്ന് രാത്രിയിൽ നീ കൊല്ലപ്പെടും. നിന്റെ രാജ്യം ദൈവം 2ആയി വിഭജിച്ചു, മേദ്യർക്കും പാർശ്യർക്കുമായി കൊടുത്തിരിക്കുന്നു. നീ പോയടാ. ഈ വാക്ക് ദാനിയേലിന്റെ വായിൽ നിന്ന് വീഴുകയും തേണ്ട കയറുന്ന ഒരു സൈന്യം, ഇതാണ് കോരേശിന്റെ സൈന്യം. കൊട്ടാരക്കര വല്ലതും നടക്കണോ? ഉപവസിച്ചെല്ലും തോലുമായ ദാനിയേൽ നിൽക്കണ്ടിടത്ത് നിന്നുകൊണ്ട് ദൈവിക ന്യായവിധിയെ വിളിച്ചു വരുത്തുവാൻ ദൈവഹിതപ്രകാരം പ്രവചന ശബ്ദം മുഴക്കട്ടെ. മുഴക്കിയാൽ ആകാശത്തിലെ സൈന്യത്തെ ഞാനാ കൽപ്പിച്ചാക്കിയത്. ഹല്ലേലൂയ! ഈ സൈന്യം നിങ്ങൾക്ക് വേണ്ടി തിരിഞ്ഞിരിക്കും. ആകാശത്തിലെ സൈന്യത്തെ ഞാനാ സൃഷ്ടിച്ചത്. നമുക്ക് അപരിചിതമല്ല ഞാൻ ഈ പറയുന്ന വാക്കുകൾ. പക്ഷെ ആത്മയുദ്ധത്തിന്റെ കണ്ണികൾ ഒന്നൊന്നൊന്നൊന്നങ്ങോട്ട് ഇണച്ചു വെച്ചാൽ അർത്ഥത്തിന്റെ ഗൗരവം പിടികിട്ടും. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാ. ഇതിനകത്തിരിക്കുന്ന ചിലതിനെ തമ്പുരാൻ ആവശ്യമുണ്ട്. ദാനിയേലേ, കണ്ട ആർക്കും ഇതൊക്കെ വിളിച്ച് പറയാമോ? പറ്റില്ല. രാജാവ് കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും രാജാവിൻ്റെ ഭക്ഷണം കൊണ്ടും ഇസ്രായേൽ മൊത്തം തന്നെ താൻ വഷളാക്കിയാലും ഞാൻ എന്നെ തന്നെ വഷളാക്കുകയില്ലെന്ന് ജീവിതത്തിന്റെ ആരംഭം മുതൽ തീരുമാനമുള്ള ദാനിയേൽ ഒരായുസ് ദൈവനെ സൂക്ഷിച്ച് വളർത്തി. തൻ്റെ ജീവിതത്തിന്റെ അന്ത്യത്തിൽ ശുശ്രൂഷ തികയ്ക്കുന്നതിന് മുന്നമേ അന്ന് വരെയുള്ള തൻ്റെ ജീവിത വിശുദ്ധിയുടെയും ദൈവിക വേർപാടിന്റെയും ആകത്തുകയെ തമ്പുരാൻ ഉപയോഗിക്കാൻ പോവാ. ഇന്ന് പരിപാലിക്കപ്പെടുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. ജീവിതം കളഞ്ഞിട്ടില്ലാത്ത കുഞ്ഞുങ്ങളെ, ജീവിതം നശിപ്പിച്ചിട്ടില്ലാത്ത യുവതി യുവാക്കളെ, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന നല്ല സാക്ഷ്യങ്ങളുടെ അന്ത്യത്തിൽ ദൈവത്തിന് വേണ്ടി ഏതാണ്ട് ചെയ്യുവാൻ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുക. ആത്മയുദ്ധം, സ്പിരിച്വൽ വാർഫെയർ, അവനാണ് ബാബേൽ സാമ്രാജ്യം തിരിച്ചു പിടിച്ച് ഇസ്രായേലിന് കൊടുത്തത്. ഇങ്ങനെ അകത്ത് കയറി, ഞാൻ ഇരുമ്പാടാമ്പൽ തകർത്ത് താമരക്കഥ ഉടച്ച് നിന്ന് എടുക്കുന്നില്ല, കാര്യം ഒരു രക്ഷയില്ല. ചരിത്രത്തിൽ അത് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ നടന്നു. അകത്ത് കയറി ഇവൻ ചെന്നായായിട്ട് വളർന്നതുകൊണ്ട് നാളത്തേക്ക് എന്തെങ്കിലും സമ്പാദിച്ചു വെക്കണമെന്നോ വീട്ടുവക കൊണ്ടുപോകണമെന്നോ ഈ പുള്ളിക്ക് ചിന്തയില്ല. അന്ന് കിട്ടുന്നതിനെ അന്ന് തിന്നേച്ചു പോകുന്ന ചെന്നായി നാളെ വേറെ കൊല്ലു. ഇദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾ, ലെറ്റ് എവ്രി മാൻ എൻജോയ്. വെറും താണവനാവൻ. ലെറ്റ് ചെന്നായല്ലേ,
ലെറ്റ് എവറി മാൻ എൻജോയ്. അതായിരുന്നു അയാളുടെ പ്രിൻസിപ്പിൾ. ഇങ്ങോട്ട് കയറിയപ്പോഴാണ് ദാനിയേൽ പറയുന്നത്, ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് കൊണ്ടുവന്ന പൊൻവെള്ളി പാത്രം കൊണ്ടുകൂടാ. പൊന്നും വെള്ളിയും തന്നെയല്ലടാ, കുറച്ചുകൂടെ തരാം. ഇതിനകത്ത് എന്നാ ഉണ്ടെന്ന് നോക്കടാ. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, 49 എന്ന് എഴുതി അതിൻ്റെ വലത്തുവശത്തോട്ടൊരു 53 പൂജ്യം ഇട്ടാൽ കിട്ടുന്ന ഒരു സംഖ്യ. ഭയങ്കര ഒരു സംഖ്യ. അത്രയും ഡോളർ വിലപ്പിടിപ്പുള്ള പൊന്നായിരുന്നു ആ ഒറ്റ ഭണ്ണാരത്തിലിരുന്നു. വാരി ദാനിയേലിന് മുന്നോട്ട് ഇതെന്ത് കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞു. ബി ഹാപ്പി, കൊണ്ടുപോടാ. ഇരുട്ടിലെ നിക്ഷേപങ്ങൾ, മറവിടങ്ങളിലെ ഗുപ്തനിധികൾ എൻ്റെ ദാസനായ യാക്കോബ് നിമിത്തം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് ഞാൻ കോരേശിനെ വരുത്തും. ഇവിടെ ഒരു കൊയ്ത്ത് നടക്കണം. നമ്മൾ നോക്കുന്നത് ഇവിടുന്ന് കൊയ്ത് പാറ്റി എറിയുന്ന മങ്കല്ല, ഇവിടുത്തെ കട്ടിയുള്ള മണിയാണ്. അങ്ങപ്പുറത്തെ ചർച്ചയിൽ നിന്നും ഇങ്ങപ്പുറത്തെ ചർച്ചയിൽ നിന്നും വലിച്ചെറിഞ്ഞ കുറെ പേട്ടുതേങ്ങ അല്ല കൊള്ളാവുന്നത്. ഞങ്ങളുടെ ചർച്ചയിൽ നിന്ന് 2 എണ്ണത്തെ ഒരാൾ പിടിച്ചുകൊണ്ട് പോയപ്പം വേറൊരാൾ പറഞ്ഞു, ആ പാർട്ടി പേട്ടുതേങ്ങ തപ്പി ഇറങ്ങിയതാന്ന്. മനസ്സിലായി? 4 പേട്ടുതേങ്ങ തപ്പാനല്ല പെന്തക്കോസ്തുകാരെ ദൈവം അയച്ചേ. അത് ചെയ്യുന്നവരുണ്ട്, ചെയ്യട്ടെ. ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടത് ഇരുട്ടിലെ നിക്ഷേപവും മറവിടങ്ങളിലെ ഗുപ്തനിധിയും. 2 തരമല്ല ദൈവത്തിൻ്റെ ആവശ്യം. ദൈവത്തിന് ആവശ്യം 1 തരമാണ്. ഇന്ന് രാത്രിയിലോ ഇന്ന് പകലോ 1 തരം പിടിക്കുവാൻ ഒരു ശക്തരായ അഭിഷക്ത സംഘം ഇതിനകത്തും യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ്. ഹല്ലേലൂയ. ഇതൊരു പ്രവചന ശബ്ദമായി ഞാൻ മനസ്സിലാക്കുന്നു. ദൈവത്തിന് വേണ്ടി ഘനമേറിയത്, ജാതികളുടെ സമ്പത്ത്, സമുദ്രത്തിന്റെ ധനം, ജീവിതത്തിൽ ശ്രേഷ്ഠമായത് എന്നെ അടുക്കലെത്തിക്കുവാൻ എനിക്കൊരു തലമുറയെ വേണം. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ദൈവം അതിനൊരു ജനതയെ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുക. ചില വർഷങ്ങൾക്ക് മുമ്പേ ക്രിസ്ത്യാനിയുടെ നോട്ടം ഏറ്റവും പാവപ്പെട്ട ആളുകളായിരുന്നു, ചേരി നിവാസികൾ. നല്ല കാര്യം അതായിരുന്നു, ഞാൻ പറഞ്ഞില്ല, ആശ്രയമറ്റവർ. പക്ഷെ മറക്കരുത്, അവർക്കുള്ള പോലെ ഒരു ആത്മാവ് ഇവിടുത്തെ ഗവർണർക്കും ഉണ്ട്. വഴിയിലിരിക്കുന്ന ഭിക്ഷക്കാരൻ്റെ ആത്മാവിനേക്കാൾ ഗവർണറുടെ ആത്മാവ് വിലക്കുറവല്ല. തെറ്റിദ്ധരിക്കരുത്. ഒരു കാലത്ത് നമ്മുടെ നോട്ടം തീരെ താഴ്മയിലേക്കായിരുന്നെങ്കിൽ, തമ്പുരാൻ പറഞ്ഞ് സഭയ്ക്ക് ഇനിയും വളരണമെങ്കിൽ ചില കൊഴുപ്പുള്ളതിനെ തമ്പുരാന് വേണം. ഇരുട്ടിലെ നിക്ഷേപങ്ങളും മറവിടങ്ങളിലെ ഗുപ്തനിധികളും എൻ്റെ ദാസനായ യാക്കോബ് നിമിത്തം നിങ്ങളുടെ കയ്യിലെത്തിക്കുവാൻ എനിക്കൊരഭിഷക്ത സംഘത്തെ വേണം. എല്ലാ കണ്ണുകളും ഒന്ന് അടയ്ക്കുമോ? ആത്മയുദ്ധത്തിൽ ഇറങ്ങുവാൻ, ജീവിതത്തെ വിശുദ്ധിയിൽ കാക്കുവാൻ നാം ഏൽപ്പിക്കപ്പെടുമോ? മറക്കരുത്, ദൈവിക പദ്ധതിയോട് 1 സെക്കൻഡ് മറുതലിച്ചാൽ പിന്നെ നമ്മളെ ആ പണിക്ക് കൊള്ളുകയില്ല. മറുതലിക്കാതെ ഏൽപ്പിക്കപ്പെടുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പകൽ ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട്. കർത്താവേ, കണ്ണടച്ച് തിരുമുമ്പിലായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് അങ്ങ് ഇതുവരെ സംസാരിച്ചു കൊണ്ടിരുന്ന മഹാകരുണയ്ക്കായി നന്ദി. ഞാൻ ഇവരെ തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ ബലമുള്ള തിരുനാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. എൽഷദായ് മിനിസ്ട്രിയെ, ഈ സഭയെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇതിൻ്റെ ലീഡേഴ്സിനെ, കുടുംബങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഒരു ദൈവശക്തി ഇവരുടെ മേൽ ഇറങ്ങി വരണേ. ഇന്ന് പകൽ ചിലതിൻ്റെ മേൽ ഒരാത്മശക്തിയുടെ ഇമ്പാർട്ടേഷൻ എൻ്റെ കർത്താവ് പകരണേ. അമിനിക്ക റോസിയ, ലബ്ബ വാനസിയാര, അൽബേ റബാസിയാര, ഹാമ കരോസിയാര. ഒരു ദൈവശക്തിയുടെ പകർച്ച I demand it.